ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. അന്വേഷണ സംഘം തിരിച്ചെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിൽ സ്വർണവും രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തിരിച്ചെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ദിവസങ്ങളായി നീളുന്ന തെളിവെടുപ്പാണ്, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ. ഇനി ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് നിലവിലെ ഒരു അപ്ഡേറ്റ്? രഹി, കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതാണ്ട് 3 ദിവസത്തെ ഇതര സംസ്ഥാനങ്ങളിലുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം കേരളത്തിൽ മടങ്ങിയെത്തിയത്. ഒന്ന്, ഗൂഢാലോചനയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്, അതുപോലെ തന്നെ കർണാടക ബംഗളൂരുവിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, അവിടുത്തെ ബെല്ലാരിയിലെ ജുവലറി എന്നിവിടങ്ങളിലടക്കം കൃത്യമായ പരിശോധന നടത്തിയ ശേഷമാണ് അന്വേഷണ സംഘം ഇവിടേക്ക് തിരിച്ചെത്തിയത് എന്നുള്ളതാണ്. അവിടെ നിന്നും 2 ഇടങ്ങളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ബെല്ലാരിയിലെ ജുവലറിയിൽ നിന്നും സ്വർണം കണ്ടെടുത്ത സാഹചര്യമുണ്ട്. ഒന്ന്, ഇതിൽ സ്വർണ്ണക്കട്ടിയായിട്ടാണ് ബെല്ലാരിയിലെ ജുവലറിയിൽ നിന്നും സ്വർണം കണ്ടെടുത്തിയത്. ഏതാണ്ട് 400-ലധികം ഗ്രാം ഭാരം വരുന്ന സ്വർണ്ണക്കട്ടിയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 170 ഗ്രാമോളം വരുന്ന സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ 570 ഗ്രാം സ്വർണം കണ്ടെത്തിയിട്ടാണ് അന്വേഷണ സംഘം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ സ്ഥലങ്ങളിൽ നിന്നൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നടക്കം നിർണായകമായിട്ടുള്ള രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഭൂമിയിടപാടടക്കമുള്ള രേഖകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർ ചോദ്യങ്ങൾക്ക് വിധേയമാക്കും. ഇന്ന് എന്തായാലും തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വീണ്ടും SP ശശിധരനടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലുണ്ടാകും. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതും അടക്കമുള്ള നടപടിക്രമങ്ങളുമായും അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. 28, 29 തീയതികളിലായിട്ടാണ് ഈ പ്രൊഡക്ഷൻ വാറന്റ് അടക്കമുള്ള സമർപ്പിച്ച് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം അത് കോടതിയിൽ സമർപ്പിക്കും. മിക്കവാറും നാളെയോടെ അത് റാന്നി കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം, പ്രത്യേകിച്ച് ഈ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ് കടന്നിരിക്കുന്നത്. കാരണം തട്ടിയെടുത്തു എന്ന് കരുതപ്പെടുന്ന സ്വർണം അത് കണ്ടെത്താനും തിരിച്ചെടുക്കാനും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി പല ശാസ്ത്രീയമായ പരിശോധനകളും നടത്തേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇത് തിരിച്ചെടുത്തതിൽ ശബരിമലയിൽ 98-ൽ പതിപ്പിച്ച സ്വർണ്ണപ്പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം, അത് വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ടായിരുന്നോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ശാസ്ത്രീയ പരിശോധനകൾക്കൊടുവിൽ മാത്രമായിരിക്കും വ്യക്തമാകുക. എന്തായാലും അന്വേഷണ സംഘം കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുരാരി ബാബുവിനെ വീണ്ടും കസ്റ്റഡി എടുക്കുക എന്നുള്ളതാണ്. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു വരുത്തിയുള്ള മൊഴിയെടുപ്പുകളും ഈ വരുന്ന ദിവസങ്ങളിലുണ്ടാകും. രാഖി, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അന്വേഷണ സംഘം തിരിച്ചെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിൽ സ്വർണവും രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തിരിച്ചെത്തിച്ചിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ റിപ്പോർട്ട് ചെയ്തത്.